വ്യാപാരി വ്യവസായി ഏകോപന സമിതി പത്തനംതിട്ട ജില്ലാ കൗൺസിൽ യോഗവും സമരപ്രഖ്യാപന കൺവെൻഷനും നടത്തി. സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി ഐക്യം സിന്ദാബാദ്, വ്യാപാരി ഐക്യം സിന്ദാബാദ്, വ്യവസായി ഐക്യം സിന്ദാബാദ്, വ്യവസായി ഐക്യം സിന്ദാബാദ്, വ്യാപാരി ഐക്യം സിന്ദാബാദ്, വ്യാപാരി ഐക്യം സിന്ദാബാദ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പത്തനംതിട്ട ജില്ലാ കൗൺസിൽ യോഗവും സമരപ്രഖ്യാപന കൺവെൻഷനുമാണ് നടത്തിയത്. ഫെബ്രുവരി 18 നടക്കുന്ന പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായാണ് പത്തനംതിട്ട ജില്ലയിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തിയത്. സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ചെറുകിട കച്ചവടക്കാരായ 10,000-കണക്കിന് കച്ചവടക്കാരുടെ കച്ചവടമില്ലാതാക്കുകയും ഒരു ജില്ലയിലേക്ക് വന്നാൽ ആ ജില്ലയിൽ മാത്രമാണോ? ഇപ്പൊ കോട്ടയത്തിൽ നിന്നും ഞാൻ ഒരു മീറ്റിങ്ങിനോട് പോവുകയായിരുന്നു. 1 മണിക്കൂറാകുമ്പോൾ നോക്കാം 1000-കണക്കിന് വാഹനങ്ങളാണ് ലുലുമാളിൽ ഇറങ്ങിപ്പോകുന്നത്. അത് പത്തനംതിട്ട ജില്ലക്കാരോട് എനിക്ക് പറ്റിയുള്ള ചില ആൾക്കാരൊക്കെ കൈ കാണിച്ചു. അത്തരം ആളുകൾ വരുമ്പോൾ നമ്മുടെ കേരളത്തിലെ 3-4 ജില്ലകളിൽ ചുറ്റിപ്പറ്റി ആ സ്ഥലത്തേക്ക് പോകുന്നവര് ലുലുമാളിലേക്ക് പോയി വേണ്ടതും വേണ്ടാത്തതുമായി വാങ്ങിച്ചിട്ടാണ് തിരിച്ചു വരുന്നത്. അയാൾക്ക് 10,000-കണക്കിന് കോടി രൂപ ലാഭമാണ് ഈ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടത്. എത്രയോ ആയിരക്കണക്കിന് ഹിന്ദുക്കളുടെ കച്ചവടമാണ് നഷ്ടപ്പെട്ടത്. എത്രയോ തൊഴിലാളികളുടെ കച്ചവടം തൊഴിലാളി നഷ്ടപ്പെടുന്നത്. അപ്പൊ അവർക്ക് എല്ലാം സേഫ് ആകുന്ന തരത്തിൽ എല്ലാ തരത്തിലുമുള്ള സൗജന്യങ്ങൾ, കോർപ്പറേറ്റ് ടാക്സ് കുറയ്ക്കുക, ഓൺലൈനിൽ നിന്ന് എല്ലാ സഹായവും ചെയ്യുക, വേണ്ടി വന്നാൽ കോടാനുകോടികൾ ലോൺ കൊടുത്തിട്ട് അവര് രക്ഷപ്പെടുത്തി എഴുതി തരുക. നമ്മുടെ 10,000 രൂപ കൊടുക്കാറുണ്ടെങ്കിൽ നമുക്ക് ചെത്തി. അപ്പൊ ഇത്തരം നയങ്ങൾ 1991 മുതൽ മൻമോഹൻ സിംഗ് നരസിംഹറാവു ഗവൺമെന്റ് മൻമോഹൻ സിംഗ് ഗവൺമെന്റ് തുടങ്ങി വെച്ചത് വളരെ ശക്തമായ രീതിയിൽ നടത്തിക്കൊണ്ടുവരുന്ന ഫലമെന്താണ്? അഡ്വക്കേറ്റ് ജോജോ കെ എബ്രഹാം, ധനേഷ് ചന്ദ്രൻ, കൂടൽ ശ്രീകുമാർ, എ നൌഷാദ് റാവുത്തർ, വിനോദ് സെബാസ്റ്റ്യൻ, ആർ അജയകുമാർ, പ്രസാദ് ആനന്ദഭവൻ, ജില്ലാ ജനറൽ സെക്രട്ടറി KU മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.